പറവൂർ നന്ദ്യാട്ടുകുന്നം SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ +1 വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വർണ്ണാഭമായി തുടങ്ങി. ചടങ്ങുകൾ മുനമ്പം പറവൂർ DYSP S ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം വിലമതിക്കുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മുടെ സംസ്ഥാനം കേരളം വിദ്യാഭ്യാസ നിലവാര കാര്യത്തിലൊക്കെ വളരെ വലിയ നേട്ടം കൈവരിച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എങ്കിൽ പോലും ഇന്ന് നമ്മുടെ കുട്ടികൾ പലതും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോയി കൂടുതൽ ഉയർന്ന തലങ്ങളിലെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്യന്തം മത്സരാധിഷ്ഠിതമായ ഒരു മേഖലയായി വിദ്യാഭ്യാസ മേഖല മാറി എന്നുള്ളതാണ് ഓരോ രക്ഷിതാവും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നമ്മൾ അതിനാണ് ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്നത്. നമ്മളൊരു മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ അതിന് ധാരാളം ഹോംവർക്ക് ആവശ്യമാണ്. ഒരു മത്സരത്തിന് നമുക്ക് ചുമ്മാ കൈ വീശി രാവിലെ എഴുന്നേറ്റ് ഉറക്കപ്പായം എഴുന്നേറ്റാലും ചുമ്മാ പോയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. പങ്കെടുത്താൽ പോലും നമുക്ക് വിജയം ഉണ്ടാവില്ല. അതിൽ പരിശ്രമവും മുന്നൊരുക്കങ്ങളും ധാരാളമായിട്ട് ആവശ്യമുണ്ട്. സ്കൂൾ മാനേജർ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. റിസൾട്ടിനോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങുമ്പോൾ അക്കാഡമിക് തലത്തിൽ മാത്രമല്ല അവരുടെ സ്വഭാവത്തിലും എല്ലാവർക്കും A+ ഉണ്ടാവണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ പഠന കാര്യത്തിൽ ഇവിടുത്തെ അധ്യാപകർ മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് അതിൽ നിന്ന് 100 മടങ്ങ് പ്രഗത്ഭരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഒരു മടിയുമില്ല. വളരെ ചെറിയ മാർക്ക് നേടി വരുന്നവരെ പോലും ഉന്നത നിലവാരത്തിലേക്ക് അവരെ വളർത്തിയെടുത്ത് നല്ല റിസൾട്ടോടുകൂടി പുറത്തുവിടുന്നതിനുള്ള ഒരു കഴിവ് നമ്മുടെ അധ്യാപകർക്കുണ്ട്. ആ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കൾ എല്ലാവരും പരമാവധി 100% അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. സിവിൽ സർവീസ് റാങ്ക് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ P അക്ഷയ് രാജ് മുഖ്യ അതിഥിയായിരുന്നു. ലാൻഡ്സ്കേപ്പിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളെല്ലാം പ്രിവിലേജാണ്. അത്രയും ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ആർക്കും ഇല്ല. കേരളത്തിലെ ഒരുപാട് കുട്ടികൾക്കും ഇല്ല. നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കുക, ഇത് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും നല്ല വിജയം കൈവരിക്കട്ടെ, ആഗ്രഹിക്കുന്ന വിജയങ്ങൾ ഉണ്ടാവട്ടെ. അതിന് ഏറ്റവും സപ്പോർട്ടീവായ ഒരു എക്കോസിസ്റ്റമാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. തന്നെ എല്ലാ കാലത്തും സ്കൂളിൽ പിരിഞ്ഞു പോയതിനു ശേഷം പോലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എന്നെ വിളിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പിന്നെ ഞാൻ പറയുന്നത് പഠനം മാത്രമല്ല, മറ്റ് പാഠ്യേതര പദ്ധതികളിലും മറ്റ് എൻജോയ്മെന്റുകളിലും നിങ്ങൾ പങ്കാളികളാകുക. പിന്നെ പറവൂർ SNDP യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രത്യേകതയുണ്ട്. കാരണം പറവൂർ SNDP യൂണിയന്റെ കീഴിലുള്ള SNV സംസ്കൃത സ്കൂൾ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രിയ ശിഷ്യനായ PR ശാസ്ത്രി സാറ് സ്ഥാപിച്ചിട്ട് 90 വർഷം തികഞ്ഞ ദിവസമാണ്. 90 വർഷത്തിന്റെ നവതിയുടെ നടുവിലാണ്. നവതി പരിപാടികളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് നടക്കും. അപ്പോൾ നവതി ഒരു 90 വർഷം പാരമ്പര്യമുള്ള അത്രയും പഴക്കമുള്ള അത്രയും പാരമ്പര്യമുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ സാധിക്കുമോ എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷകരമായ കാര്യം. അസിസ്റ്റന്റ് മാനേജർ PS ജയരാജ് മുഖ്യ പ്രഭാഷണം നടത്തി. നമുക്കറിയാം, ഈ സ്കൂള് 1935 സ്ഥാപിതമായത്. PR ശാസ്ത്രി എന്ന വേലായുധ ശാസ്ത്രിയാണ് സ്കൂളിന്റെ സ്ഥാപനം. പറവൂരിലെ ചേന്നമംഗലം കവലക്കടുത്തുള്ള ഒരു ചെറിയ മുറിയിൽ ആരംഭിച്ച സ്കൂളിൽ നിന്ന് 840 കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും 1700ഓളം കുട്ടികൾ സ്കൂൾ തലത്തിലും പഠിക്കുന്ന, ഏതാണ്ട് 2500-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു മഹാസ്ഥാപനമായിട്ട്, ഒരു വലിയ വടവൃക്ഷമായിട്ട് പടർന്ന് പന്തലിച്ച് ഇവിടെ പഠിച്ച കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും തണലേകാൻ സാധിച്ചത് PR ശാസ്ത്രി എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്റെ ദീർഘവീക്ഷണമായി. SNDP യോഗം ഡയറക്ടർ MP ബിനു, D ബാബു, PTA പ്രസിഡന്റ് KB സുഭാഷ്, ഹെഡ്മാസ്റ്റർ CK ബിജു, കണ്ണൻ കൂട്ടുകാട്, VN നാഗേഷ്, ജോഷി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ
MS പ്രീതി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മോഹൻകുമാർ നന്ദിയും പറഞ്ഞു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് പ്രമോദ് മാല്യങ്കര രക്ഷിതാക്കൾക്കുള്ള ക്ലാസിന് നേതൃത്വം നൽകി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.